പ്രണയത്തിനെ അതിജീവിക്കുന്ന, പ്രണയത്തിനെ ഓവർടേക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു പോപ്പ് ഫ്രാൻസിസിന്. 81 വയസ്സുകാരിയായ സിസ്റ്റർ ജനീവി. പോപ്പ് ഫ്രാൻസിസ് മരിച്ച് കോഫിലിൽ കിടത്തിക്കുക. പുള്ളിക്കാരി വരുക. ഒരു പ്രോട്ടോകോളും പാലിക്കുന്നില്ല, ഒരു എസ്കോട്ടും തുണിയുന്നില്ല പുള്ളിക്കാരിനെ തടയാനായിട്ട്. സിസ്റ്റർ ജനീവി വരുക, മരിച്ചു കിടക്കുന്ന പോപ്പ് ഫ്രാൻസിസിനെ നോക്കുക, ഹൃദയത്തിൽ നിന്ന് ചങ്കുപൊട്ടി കരയുക. ദൈവമേ, എന്റെ ഫ്രണ്ടിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമെന്ന പ്രാർത്ഥന മാത്രം. ആരും തുണിയുന്നില്ല പുള്ളിക്കാരിനെ ഒന്ന് പുറത്തേക്ക് വിടാനായിട്ട്. ഒരു റൂൾസും പാലിക്കുന്നില്ല. പുള്ളിക്കാരിക്ക് അറിയാവുന്ന സ്നേഹം മാത്രം. സ്നേഹം ഒരു റൂൾസും പാലിക്കുന്നില്ല. സ്നേഹം ഒന്നും ചിന്തിക്കുന്നില്ല. സ്നേഹം മാത്രം. ഇത് തന്നെയാണ് ഈശോ പഠിപ്പിച്ചതും. നിനക്ക് വേണ്ടിയും എനിക്ക് വേണ്ടി മരിക്കാനായിട്ട് നമ്മൾ എന്താ നന്മയാ ചെയ്തേ? എന്നിട്ട് ഈശോ മരിച്ചില്ലേ? അതാണ് സ്നേഹമെന്ന് പറയുന്നത്. ഒരു റൂൾസും പാലിക്കാണ്ടാണ് ഈശോ നമ്മെ സ്നേഹിച്ചത്. പോപ്പ് ഫ്രാൻസിസിനെ സ്നേഹിച്ച ഫ്രണ്ട് അങ്ങനെ തന്നെയാ. പുള്ളിക്കാരി ഒരു റൂൾസും ചിന്തിച്ചിട്ടില്ല. ആരെന്ത് പറയും, ആരെന്ത് ചിന്തിക്കും എന്ന് പുള്ളിക്കാരിക്ക് അറിയണ്ട. പുള്ളിക്കാരി ചിന്തിച്ചത് ഒന്ന് മാത്രം, എന്റെ ഫ്രണ്ടിനെ എനിക്ക് കാണണം. ഇങ്ങനത്തെ ഫ്രണ്ട് എവിടെയെങ്കിലും കിട്ടുമോ? ഒരു റൂൾസും. എത്ര സീരിയസ് ഇഷ്യൂ ഉണ്ടായാലും അവൻ എന്റെ കൂടെ നിൽക്കും, അവൾ എന്റെ കൂടെ നിൽക്കും എന്ന് ചിന്തിക്കുന്ന എന്നുള്ള ഒരു ഫ്രണ്ട് നിനക്കുണ്ടോ? ചിന്തിച്ചു നോക്ക്. ഇങ്ങനെയുള്ള ഫ്രണ്ട്സുകൾ നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.